ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അവൽ വിളയിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായി ഞാൻ 1/2 കിലോ അവൽ എടുത്തിട്ടുണ്ട്. അതിനായി ഞാൻ ഒരു ചീനിച്ചട്ടി വെച്ച് നമുക്കിന് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചീനച്ചട്ടി നല്ലതുപോലെ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ നെയ്യ് ചൂടായതിന് ശേഷം നമുക്ക് വറുത്തെടുക്കേണ്ട സാധനങ്ങളാണ് പരിപ്പ്, മുന്തിരി, കപ്പലണ്ടി. അങ്ങനെ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം മുന്തിരി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുന്തിരി ഫ്രൈ ആയി. ഇനി നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പിട്ട് കൊടുത്ത് ഇതൊന്ന് നല്ലതുപോലെ മൂക്കണം. അത്യാവശ്യം ഇതൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. കപ്പലണ്ടിയും പരിപ്പും മുന്തിരിങ്ങയും മൂത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് 2-3 ജീരകം ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഉണ്ട പൗഡറാണ്. ഇത് നമുക്ക് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാനിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കപ്പലണ്ടി, പരിപ്പ്, മുന്തിരി അത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അതെല്ലതുപോലെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അവലിട്ട് കൊടുക്കാം, അല്ലെ അവൽ കയറി കല്ലിക്കും. തീ ഓഫ് ചെയ്ത് നമുക്ക് അവലിട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഞാൻ കറിവേപ്പിലയൊന്നും ചേർത്തിട്ടില്ല. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ അവൽ വിളയിച്ചത് റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ ബൈ.